ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന SSLC പരീക്ഷാഫലം 2022 പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ്. SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ജൂൺ 15-ാം തീയതി, അതായത് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് ജൂൺ 15-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ റിസൾട്ട് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ kerala.result.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC മാർച്ച് 2022 എക്സാം റിസൾട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ റിസൾട്ട് ലഭിക്കുന്ന സമയം കൂടി വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏകദേശം സാധാരണഗതിയിൽ ഉച്ചയുടെ മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം സാധാരണഗതിയിൽ 10 മണിക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ എല്ലാ റിസൾട്ടും, അതായത് ടോട്ടലി എത്ര A+ ആണ്, അതോടൊപ്പം തന്നെ തുടങ്ങിയ പ്രധാന വിജയ ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഉടൻ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നല്ല ഒരു വിജയ ശതമാനമാണ് ഈ വർഷവും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ A+ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും മികച്ച രീതിയിലുള്ളൊരു വിജയ ശതമാനം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്തായാലും നിങ്ങൾ ഇത്രത്തോളം കാത്തിരുന്നു. ഇനി നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന 1-2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള kerala.results.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ജൂൺ 15-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിലൊരു വിജയാശംസ നേരുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്, റിസൾട്ടിന് ശേഷം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന കോഴ്സാണ് +1. അതായത് പ്രധാനമായിട്ടും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ വിഭാഗങ്ങളായിട്ട് ഏത് വിഭാഗത്തിലാണ് വിദ്യാർത്ഥികൾ, അതായത് നിങ്ങളെ ഭാവിയെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഭാവിയെ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മാർക്കുണ്ട്, നിങ്ങൾക്ക് സയൻസ് മേഖലയിലാണ്, അതായത് മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലയിലാണെങ്കിൽ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സയൻസ്, അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബയോളജി, സയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് സയൻസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കോഴ്സാണ് കൊമേഴ്സ്, അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഹ്യൂമാനിറ്റീസ്. ഞാൻ ഈ ഒരു സമയത്ത് ഈ പറയുന്ന കോഴ്സുകൾ പറഞ്ഞ് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ട് +1 അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും, അതോടൊപ്പം തന്നെ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത്, നിങ്ങളുടെ മാർക്ക് ഏതാണ്, നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കൂടുതൽ ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, അതായത് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച ഒരു റിസൾട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അടച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.